ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇന്ന് മോളെ സ്കൂളിൽ പറഞ്ഞയച്ചു. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഇന്ന് ഫറൂഖ് ചുങ്കം വരെ ഒന്ന് പോവാണ്. ഏട്ടൻ്റെ വണ്ടി ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ഇന്ന് മഴയ്ക്ക് രാവിലെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു, പിന്നെയും നല്ല മഴ വരുന്നുണ്ട്. അപ്പം ഞാനും പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ പോയിട്ട് ഏട്ടൻ വണ്ടി എടുക്കണം, ഞാൻ തിരിച്ചു വരും വേണം, എൻ്റെ വണ്ടിക്ക് തിരിച്ചു വരും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം ഹസ്ബൻഡ് ഡ്രസ്സ് ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് കാര്യമായിട്ടുള്ള പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് അയൺ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛനതാ പോകുന്നു. അച്ഛൻ അഴിഞ്ഞിനെ വരെ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ ഗൈസ്, നല്ല മഴയാണ്. ഇതിലെത്രത്തോളം ആ ഒരു ഇരുണ്ട അവസ്ഥ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ട്. നിങ്ങൾ നിൽക്കണോടത്ത് മഴ പെയ്യുന്നുണ്ടോ, എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടോ ഗൈസ്, മുറ്റത്ത് മുഴുവൻ പുല്ല് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ആക്ച്വലി ഈ അടുത്ത് ഫുള്ള് പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി വെച്ചത്. വീണ്ടും കണ്ടില്ലേ, പുല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്, കാട് പോലെയാവും. ഇങ്ങനെ വീട്ടിൽ പുല്ല് മുറ്റത്ത് ഇങ്ങനെ പുല്ല് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമാർഗ്ഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ബ്ലീച്ചിങ് പൗഡർ ഇട്ടുണ്ടെങ്കിൽ പുല്ല് മുളയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ അമ്മ ഫുള്ള് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പുല്ലൊക്കെ പിന്നെ മുളച്ച് വരുന്നുണ്ട്. വീണ്ടും നന്നാക്കേണ്ടി വരും. മോൾക്ക് ഇന്ന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇന്ന് പോകുമ്പോൾ എന്താ വെച്ചാൽ ഒക്കെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ. ആദ്യം അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ വലുതാവുന്നതിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കല്ലോ എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വെക്കലുണ്ട്. ഓൾറെഡി ചെറിയൊരു ലഞ്ച് ബോക്സാണ്. ലഞ്ച് ബോക്സ് പറഞ്ഞാൽ ഫുഡിൻ്റെ ചോറ് വയ്ക്കാനുള്ള സ്ഥലം കുറച്ച് ചെറുതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെച്ച് കൊടുക്കലുണ്ട്. നോർമലി കഴിച്ചിട്ട് വരും, കുറച്ച് ബാക്കി വെക്കും. അപ്പം ഞാൻ സമാധാനിക്കൽ കഴിക്കുന്നുണ്ടല്ലോ, കുറച്ചേ ബാക്കി വെക്കുന്നുണ്ടല്ലോ എന്നാണ്. പക്ഷേ ടീച്ചർ ഇന്നലെ കംപ്ലയിൻറ്റ് പറഞ്ഞു, വിളിച്ച് മെസ്സേജ് അയച്ചിരുന്നു, മോൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലത്തെ എന്തെങ്കിലും കടി വെക്കാൻ പറഞ്ഞു ടീച്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഓൾറെഡി ഒക്കെ കഴിക്കാൻ മടിയായിരുന്നു. ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതന്നെ കഴിക്കുമെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നാൽ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓട്ടോയിൽ കയറിയപ്പോൾ ഞാൻ ഫുഡ് മുഴുവൻ കഴിക്കണം, അമ്മ കുറച്ചേ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും പോയി. സങ്കടമായി. ചിലപ്പോൾ ടീച്ചർ എന്തോ അപ്പോൾ കഴിക്കാത്ത സമയത്ത് എന്തോ ചീത്ത പറയല്ല, കഴിച്ചിട്ടേ എണീക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്. അവൾക്ക് വഴക്ക് പറയാൻ ഭയങ്കര സങ്കടമുള്ള കൂട്ടത്തിലാണ്. സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ടൈം എടുക്കും സങ്കടം വിടാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചൊരു സങ്കടത്തില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന സമയത്ത് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ രാവിലെ വലിയ മൂഡില്ലാന്ന് കാണുമ്പോൾ ഓട്ടോയിൽ കയറി ഓട്ടോ അങ്ങോട്ട് പോകുന്ന കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അപ്പം എന്താണെന്ന് അറിയില്ല. ടീച്ചറൊന്ന് മെസ്സേജ് അയച്ച് നോക്കണം എന്താ സ്ഥിതി, വിഷമമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇന്ന് ചായ കുടിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് കരയും കേട്ടോ അമ്മയെന്നൊക്കെ, അതൊക്കെ പറയും. അപ്പോൾ അറിയില്ല. അതുപോലെ ഞാൻ അവളെ മണ്ണുണ്ണി ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് ചെല്ലപ്പേരായിട്ട് വിളിക്കുന്നതാണ്. അമ്മനെ മണ്ണുണ്ണിക്കുട്ടി എന്നൊക്കെ വിളിക്കും. അപ്പോൾ എന്നോട് നാൾ പറഞ്ഞു, അമ്മ ഞാൻ പുറത്തുനിന്ന് ഓട്ടോന്നൊന്നും മണ്ണുണ്ണി എന്ന് വിളിക്കരുത്, വീട്ടിൽ നിന്ന് വിളിച്ചോന്ന്. അവളുടെ പ്രായത്തിലൊക്കെ എന്തെങ്കിലും കഴിക്കണം, എവിടെയും കിടന്ന് ഉറങ്ങണം, കുറച്ച് കളിക്കണം എന്നുള്ള ബോധമല്ലാതെ ആരെന്ത് വിളിക്കുന്നു എന്ത് നോക്കുന്നു ഒന്നും നോക്കരുത്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഓരോ വ്യത്യാസങ്ങളെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോയി വരാം. സോറി, ഏട്ടന് തീരെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയും. പക്ഷെ ഞാനെടുക്കും.
നമ്മുടെ പ്രകൃതി ഭംഗി കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ, പച്ചപ്പും പരവതാനും പൂവും പച്ചപ്പും കണ്ടില്ലേ, ഞങ്ങളുടെ പ്രകൃതി ഭംഗി. ഫുൾ പുഴവെള്ളം വരുന്ന ഏരിയ ആണ് ഗൈസ്. പോടോ ആ ഏട്ടൻ്റെ അതേ കട്ട്, കൊമ്പില്ല എന്ന് മാത്രം. ആ ഇത് വേണമെങ്കിൽ ഞാനാവാം. ഇപ്പോൾ ഇവിടെ ആ വയലിൻ്റെ ആ ഭാഗത്ത് ഒരു തോടുണ്ട് ഗൈസ്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് തോട് പോകുന്നത്. ഇപ്പം നിറഞ്ഞൊഴുകുന്നുണ്ടാവും, കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഞങ്ങളുടെ നാട്ടിലെ മെസ്സി ഇങ്ങനെയുണ്ട്. കണ്ട തോട് ഇതാണ് കേട്ടോ ഗൈസ്. തോട് നിറഞ്ഞൊഴുകിയിട്ടില്ല. ഐ ആം ട്രാപ്പ്. വളരെ മോശം അഭിപ്രായം പറഞ്ഞെടുക്കുക ഗൈസ്. പറഞ്ഞോ ഒരഭിപ്രായം. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ വലിയ ഗോഡൗൺ. അതാണ് മൃഗാശുപത്രി. സോറി ഗൈസ്, കഴിഞ്ഞു പോയി. ചെറിയ ചായക്കട. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കാരാട്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഷോപ്പ്, ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പ്. ഒരു പരസ്യം കൂടെ ആയിക്കോട്ടെ. കോളിലാണ് മഴ. കാണുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ അധികം ബീഫും പൊറാട്ടയും കഴിക്കാൻ വരല് ഗൈസ്. അപ്പം നമ്മളിവിടെ ബാങ്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഹസ്ബൻഡിൻ്റെ മാമൻ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഏട്ടൻ്റെ നാണം കണ്ടില്ലേ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നാണം. അപ്പം ഞങ്ങൾ പോയി, നേരെ പോയി നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങി. ഇനി വണ്ടി വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ. ഓക്കെ, ഗൈസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അഭിപ്രായം ഞാൻ വളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആക്ച്വലി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. നല്ല എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളിവിടെ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഏട്ടൻ്റെ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയ ആൾ പുറത്തെവിടെയുണ്ടോ വർക്കിലായിരുന്നു. പിന്നെ വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഏട്ടനൊന്ന് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി എന്താണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയണമല്ലോ. നമ്മൾ കൊടുത്തിട്ട് പൈസ പോവല്ലോ, പറയണമല്ലോ. ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനത് പിന്നെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് എനിക്കിനി കോട്ടൊന്നും ഹെൽമെറ്റ് അഴിച്ച് കോട്ടഴിച്ച്
പിന്നെ എനിക്ക് ഇടാനൊന്നും വയ്യ. അപ്പം ഞാൻ കയറിയില്ല. ഏട്ടനോട് തന്നെ ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഓടിക്കാൻ പോയി കേട്ടോ. ഞാൻ വണ്ടി എടുത്ത് പോന്നു. ഏട്ടൻ വഴിയായി കാണാം. നമ്മുടെ കാറ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.